അതുപോലെ നമ്മൾ യൂ ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ബാക്കിൽ ഫ്രണ്ടിൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിന്റെ കാരണം എല്ലാരെയും കൊണ്ട് നമ്മൾ എടുപ്പിക്കുന്നതിന്റെ കാരണം നമുക്ക് ഒരു പ്രയാസമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബാക്കിൽ ആദ്യം വണ്ടി ഉണ്ടെന്ന് നോക്കുക, ബാക്കി വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഫോണെടുത്ത് നോക്കി എടുക്കുക. ബാക്കി വണ്ടി ഉണ്ടോ? ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ കേട്ടാ എടുത്തോണ്ട് ഇതുപോലെ നിങ്ങൾ തിരിക്കുക. അല്ല, നിങ്ങൾ ഒരു കാരണവശാലും തിരിച്ചു വെച്ചിട്ട് എടുക്കരുത് കേട്ടോ. തിരിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് അറിയാം. വരുന്നതിനനുസരിച്ച് നമ്മൾ നേരെ ആക്കാനും പറ്റും കേട്ടോ. കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ യൂ ടേൺ ആണെങ്കിലും ഇതുപോലെ എടുക്കാൻ കഴിയുന്നതാണ്. ഈ സാധനത്തിന്റെ പേരുന്ന മട്ടന്നൂർ അല്ലേ. അതേ സമയത്ത് നമ്മൾ പതിയെ ബ്രേക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് അയച്ച് ബാക്കിലേക്ക് വണ്ടി പോകും. പതിയെ അയച്ച കേട്ടോ. പെട്ടെന്ന് മാറ്റാത്തത് കൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് പിന്നെ കയറ്റത്ത് കിടക്കുന്ന വണ്ടി എങ്ങനെ എടുക്കണ്ടേ? എടുത്തു തന്നോ. നമസ്കാരം. നമ്മളൊരു വാഹനം റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഒരുപാടുണ്ടാകാം, കുറച്ച് വാഹനങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ വളവുകൾ ഉണ്ടാകാം, ഇറക്കങ്ങൾ ഉണ്ടാകാം, കയറ്റങ്ങൾ ഉണ്ടാകാം, നമുക്ക് നിർത്തിയെടുക്കേണ്ടതുണ്ടാകാം, അതുപോലെ തന്നെ ആ തിരക്കുള്ള സമയത്ത് തന്നെ വണ്ടി തിരിക്കേണ്ടതുണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് പ്രയാസകരമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എങ്ങനെയാണ് ഒരു തിരക്കിലുള്ള സമയത്ത് ഒരു വാഹനം നമുക്ക് തിരിക്കേണ്ടത്, അതുപോലെ തന്നെ ഇറക്കവും വളവും തമ്മിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കേണ്ടത്, ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് ആ കറക്റ്റായിട്ട് ഒരു വളവ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് പേടി കൂടാതെ ഒരു വാഹനം വരുന്ന സമയത്തും എന്തെല്ലാമാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ തന്നെ ഞാൻ അധികം പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. എന്തെല്ലാം ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ തിരക്കുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം റോഡിൽ തന്നെ തിരിക്കുക എന്നുള്ള കാര്യം ഞാനത് ലൈവായിട്ട് തന്നെ പഠിപ്പിക്കുന്ന ആളിനോട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, ഗുണമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ചാനലിന് ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ തനിയെ ഒരു വാഹനം എടുക്കുവാനും ഓടിക്കുവാനും പേടി, അങ്ങനെയുള്ളവരാണ് അതിയായ ആഗ്രഹമാണ്. കുറെ പൈസയും മുടക്കി ലൈസൻസ് കൈവച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പേടി കാരണം വീട്ടിൽ നിന്ന് പോലും വണ്ടിയും കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരുപാട് കാര്യങ്ങൾ ട്രിക്കും ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അത് വീഡിയോയിലൂടെ പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും പല മിസ്റ്റേക്കുകളാണ്. ഈ വീഡിയോ കണ്ട് ഒരുപാട് ക്ലാസ്സിന് വന്ന് അവരോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയാത്തത്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നും ആ ട്രിക്കും ടിപ്സും വീഡിയോ നിങ്ങൾ പറഞ്ഞാൽ പോരെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കില്ലെന്ന്. കാരണം ഞാൻ ആ ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അതേ പ്രകാരം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും. പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ എന്നെ കുറ്റപ്പെടുത്തും ചെയ്തിട്ട് എനിക്ക് ആ മിസ്റ്റേക്ക് മാറുന്നില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ അതല്ലായിരിക്കും, അതുകൊണ്ടാകാം. കാരണം നമുക്ക് തോന്നും സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇതായിരിക്കും, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കൂടി പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നും. പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പം അതല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സ് ഒന്നും വീഡിയോയുടെ പറയാത്തത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, നിർത്തിക്കോ, ഇനി പ്രായം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റിനും വന്നൊരു അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 75 വയസ്സുള്ള അപ്പച്ചൻ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, ആ അപ്പച്ചൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രായം കുറയുന്നുണ്ടോ? അല്ലെ ആ അപ്പച്ചന് വേണ്ടിയിട്ട് ആ വണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണോ? അപ്പൊ അപ്പച്ചൻ നിർത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ ആ വണ്ടി തന്നെ നിർത്തുന്നതാണോ? ഇത് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഏത് വണ്ടിയാണെന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം ഏത് ഷോറൂമിന്റെ ആണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും ഏത് കാറാണെങ്കിലും ഇപ്പൊ ഒരു കാറെ തന്നെയല്ല, ഇപ്പൊ ഇത്രയും ആൾക്കാർ വണ്ടി ഓടിക്കാൻ പഠിച്ചു തോന്നും. പല ഷോറൂമിൽ പല കമ്പനിയുടെ വണ്ടികളാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ആ വണ്ടികളിലെല്ലാം ഇപ്പൊ ഒരു മാനുവൽ വണ്ടിയാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിംഗും ഗിയറും ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിക്കും എന്തൊക്കെയുണ്ട്, ബ്രേക്കും സ്റ്റിയറിംഗും ഗിയറും ഉണ്ട്. അപ്പൊ ഇതെല്ലാ ഷോറൂമിൽ നിന്നും എല്ലാ കമ്പനിയുടെ വണ്ടികളും ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്.
കയ്യും കാലും ഉള്ളവരാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കയ്യും കാലും ഉണ്ടോ, അവർ പ്രായം ഒരു പ്രശ്നമല്ല, ഏത് വണ്ടിയിൽ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. പറ്റും ഇപ്പോഴും എന്നെ വിളിച്ചു നോക്കിയാൽ ഞങ്ങളുടെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടയിലുള്ള ഈ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. കാരണം പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ദൂരമല്ലേ, ഇവിടെ വരുമോ? അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എയർപോർട്ട് അല്ലേ? ഞാൻ വിളിച്ചല്ലേ? താണ്ടേക്ക് വീട്ടിൽ എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്? താണ്ടേക്ക് വീട്ടിൽ 10 കിലോമീറ്റർ ഉണ്ടല്ലേ? ചാലോടേക്ക് 2, ചാലോടുന്ന് എത്രയാ ഇവിടത്തേക്ക്? എയർപോർട്ടിലേക്ക് നിങ്ങൾ അങ്ങനെ നോക്കണ്ട, അല്ലാണ്ട് ഏവറേജ് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് എയർപോർട്ടിൽ നിന്ന് മട്ടന്നൂര് അല്ലേ? നമുക്ക് താഴെ നല്ലൊരു വളവുണ്ടല്ലേ സാറേ? അപ്പൊ ആ വളവ് കൂടെ കാണിച്ചത്. ഏതാ വളവിന്റെ പേരെന്താ? നാഗവളവ്. വലിയ വളവാ? ഞാൻ ആളിനോടൊന്നും പറയാതെ തന്നെ ലൈവായിട്ട് തന്നെ അത് കാണിക്കാം. അത് ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. അപ്പം വളവിന് നമുക്ക് പ്രത്യേകത ഇല്ലെന്ന് കാണിക്കാനും, തിരക്കിലൂടെ പ്രത്യേകത ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകത ഇല്ലെന്ന് കാണിക്കാനും, വീട്ടിലൂടെ കയറ്റാനും ഇറക്കാനും പ്രത്യേക ഡ്രൈവിംഗ് ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അത്ര തിരിക്കാനോ അല്ലെങ്കിൽ സ്ലോ ചെയ്യാനോ, ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇറക്കുവാ ഇതല്ലേ സാറേ? അതാ കയറ്റമാണോ? ഇപ്പൊ അങ്ങോട്ട് ഇറക്കത്തോടെ ഇപ്പൊ ആ വളവിലൂടെ ഇപ്പൊ ഞാൻ ബ്രേക്ക് ഔട്ടാനോ ഞാൻ പറയത്തില്ല, തിരിക്കാനോ ഞാൻ പറയത്തില്ല. ഞാൻ ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് പ്രകാരം തന്നെയാണ്, അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ആളെ ഓടിക്കുന്നത്. വേറെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ആള്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറയാതെ തന്നെ അതിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിലൂടെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ആ വളവിലൂടെ പോകുന്നതെല്ലാം കാണിക്കാം. അപ്പൊ അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോരുന്ന ഒരു വണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ആ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ വണ്ടിയെ തട്ടുന്ന പോലെ തോന്നും. അതിന്റെ മിസ്റ്റേക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ വണ്ടി കയറി പോയപ്പോഴും ശ്രദ്ധിക്കാതെ തന്നെ, അതുപോലെ തന്നെ ആ വണ്ടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് അധികം പോകാതെ തന്നെ കൃത്യമായിട്ട് തന്നെ ആ വണ്ടി ഓവർടേക്കും ചെയ്തു. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സൈഡിലോട്ട് തന്നെ ചേർത്ത് നമുക്ക് വണ്ടി ഓടിക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ അല്ല ഒരു വണ്ടി ഓണടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ആ മിററിലോട്ട് നോക്കി വെപ്രാളം പിടിച്ച് നിർത്തി വെച്ച് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യരുത്, വണ്ടി എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കാനേച്ച് അടിച്ച് നമ്മൾ സൈഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓവർടേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് ഉണ്ട് കയറിപ്പാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു കാരണവശാലും നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കണമെന്നില്ല. നമുക്ക് പിന്നെ സാഹചര്യങ്ങൾ ഓരോ നോക്കാം. ചിലപ്പോൾ ആംബുലൻസോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ചൊരു വണ്ടി നമ്മൾ സ്ലോ ചെയ്ത് സൈഡ് ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നമ്മളെന്ത് ചെയ്യരുത്, നമ്മൾ നമ്മുടെ സൈഡ് വിട്ട് കാനേച്ച് അടിച്ച് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ വളവായി സാറേ? ആണോ? 1/2 കിലോമീറ്റർ ഉണ്ട് ഇനി. അപകടങ്ങളും തരുന്നുണ്ട് അല്ലേ? ഇവിടെ മുതലാ വളവിന്റെ ഇതല്ലേ? നാഗവളം എന്തോ? നാഗവളം അല്ലേ? അതിന്റെ നാഗവളം എന്ന് പേര് വന്നേ? നല്ല വളവിനുള്ള നാഗവളം അല്ലേ? അതാ എയർപോർട്ടിൽ ഇതല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ഇതുണ്ട്. അപ്പൊ വളവിലൂടെ പോകുന്നപ്പോൾ ഞാനൊന്നും പറയാനില്ല. ആള് തന്നെ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു, അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആള് പോകുന്നു. അല്ലാതെ ഞാൻ ബ്രേക്ക് ഔട്ടാനോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇരിക്കാനോ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് അത് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ? വളവിലൂടെ തന്നെ പോകുമ്പോഴേ അതിന് വണ്ടികളെല്ലാം വരുന്നുണ്ട്. കണ്ട കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റും ഈ വളവ് എത്രത്തോളം ഉള്ള വളവാണ്, ഇറക്കവും വളവും ബുദ്ധിമുട്ടുള്ള എത്ര പ്രശ്നങ്ങളുള്ളതെന്നെല്ലാം ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാകും. കാണത്തില്ലേ സാറേ വീഡിയോക്കകത്ത് വളവ് കറക്റ്റ് കാണത്തില്ലേ? കറക്റ്റായിട്ട് അത് കാണിച്ചു കൊടുത്തേക്കണം. എന്നാലും കാണുന്നവർക്ക് അതൊരു ബോധ്യം വരത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത്, വളവാണോ എന്താന്നുള്ളത്. വളവിനോട് ഓടിച്ചത് പ്രത്യേകത തോന്നുന്നുണ്ടോ? കണ്ടോ? വളവിനോട് തന്നെ വരുമ്പോഴാ ബസ് എല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് ആ കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഞെട്ടലുണ്ടായി കാണും. ഈ വളവിനോട് നമ്മുടെ ആ ബസ് വന്നപ്പോൾ കണ്ടോ ഒരു പേടി തോന്നി കാണും. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ടാണ് നമുക്ക് ആ പേടികളെല്ലാം ഉണ്ടാകാനുള്ള കാരണം. 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാനുള്ള കാരണമല്ല. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളവുകളെന്നില്ല. ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന പോലെ തന്നെ വളവുകളെന്നില്ല,
ഇറക്കമൊന്നുമില്ല, കയറ്റമൊന്നുമില്ല, വീട്ടിൽ നിന്ന് കയറ്റാൻ ഇറക്കണമെന്നില്ല, ട്രാഫിക് ഒന്നുമില്ല. ഏത് റോഡിലും കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ്മെന്റ് തരുന്നത് സൈഡ് തട്ടുമെന്നുള്ള പേടിയും അതുണ്ടായിരുന്നില്ലേ? സൈഡ് തട്ടുന്നുള്ള പേടി അല്ലേ? ലെഫ്റ്റ് സൈഡ് തട്ടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. ആ ലെഫ്റ്റ് സൈഡ് തട്ടുമെന്നുള്ള പേടികളെല്ലാം ഇതിപ്പോ ഒറ്റ ആ ഒരു ട്രിക്കിൽ തന്നെ എല്ലാം മാറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് പ്രായം എന്നുള്ള പ്രശ്നമല്ല. സത്യത്തിൽ എല്ലാവരും പറയും പ്രായമാകുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പ്രയാസമെന്ന് പറയും. നമുക്ക് ഡ്രൈവിംഗിന്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം മാർഗത്തിൽ വന്ന് പ്രാക്ടീസ് നടക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാലേ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.